ഉണ്ണിഷേട്ടൻ, അതുപോലെ സിദ്ധൻ, പിന്നെ രണ്ടുപേരില്ലേ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാഷ്, നമ്മുടെ പാർലമെന്റ് പ്രസിഡന്റ് മിനി, അതുപോലെ ചേർപ്പ് പ്രസിഡന്റ് സുജിഷ, നമ്മുടെ ADA മാലിനി, പിന്നെ ഇവിടുത്തെ കൃഷി ഓഫീസർ വന്നിട്ടില്ല, DT പോയി. അതെ, എല്ലാ വിവാഹ മംഗളാശംസകൾ. അപ്പോൾ ബാക്കി എൻ്റെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളോട് എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കൃഷി ചെയ്യുന്ന 2 ബാബുവേട്ടനും വിൻസനും കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ കൃഷി ചെയ്യുന്നത്, തണ്ണിമത്തൻ. ഈ തണ്ണിമത്തൻ കൃഷി ഇവിടെ തുടങ്ങിയതിൽ വളരെ സന്തോഷം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോൾപ്പാടത്ത് കോൾ കൃഷി കഴിഞ്ഞ സമയത്ത് ചെയ്യാവുന്ന ഒരുപാട് കൃഷികളുണ്ട്. നമ്മളന്ന് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കോൾ ഡബിൾ എന്നൊരു പദ്ധതി ആരംഭിച്ചിരുന്നു. 2 പൂ കൃഷി ചെയ്യാന്നുള്ള മാത്രമല്ല, അതല്ലാത്ത കൃഷി ചെയ്യാൻ വേണ്ടി നമ്മുടെ പല കർഷകരും പാടശേഖര സമിതികളും നെൽകൃഷി അല്ലാതെ മറ്റു കൃഷിയെ പറ്റി അവർ ചിന്തിക്കാൻ തന്നെ അവർ തയ്യാറല്ല. അന്ന് ഞങ്ങളിവിടെ ഒരുപാട് സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടും പല ആളുകളും ഇതിനൊന്നും തയ്യാറായില്ല. അതിനുശേഷം ഞങ്ങളിവിടെ, ഞാൻ കൃഷിമന്ത്രിയായി ഒഴിഞ്ഞതിന് ശേഷം താന്യം പഞ്ചായത്തിലെ ശ്രീരാമഞ്ചിറയിൽ ഞങ്ങളൊരു കൃഷി, അന്ന് മറ്റു പല സ്ഥലങ്ങളിൽ ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നതുകൊണ്ട് ആ ഒരു വിജയം കണ്ടിട്ട് ഞങ്ങൾ അവിടെ ഒരു 10-15 ഏക്കർ സ്ഥലത്ത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തണ്ണിമത്തൻ കൃഷി ആദ്യമായി നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും വലിയ തോതിൽ അന്ന് ഞങ്ങൾ ആരംഭിച്ചു. ആ കൃഷി വളരെ വിജയമായിരുന്നു. ഞങ്ങളന്ന് 10-60 ടണ്ണോളം അന്ന് ഞങ്ങൾ 60 ടണ്ണിലധികം തണ്ണിമത്തൻ ഞങ്ങളന്ന് കൃഷി ചെയ്ത് വിജയിപ്പിച്ചെടുക്കേണ്ടായി. അത് വളരെ വിജയമായപ്പോൾ പല ആളുകളും അതിനോടനുബന്ധമായി ആ കൃഷിയിലേക്ക് വരാൻ തയ്യാറായി എന്നുള്ള സന്തോഷമാണ്. ഇവിടെ പവനേട്ടൻ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ പള്ളിപ്പുറം പടവുകാർ കഴിഞ്ഞ കൊല്ലം, അതിന് മുമ്പ് അവർ ചെയ്തു, അത് വിജയിച്ചില്ല. ഞങ്ങളുടെ ഒപ്പം തന്നെ ചെയ്തെങ്കിൽ അവർ ആ ടൈമിലല്ലാത്തതുകൊണ്ട് അത് വിജയിച്ചു. പക്ഷെ 2ാമത്തെ തവണ അവർ ചെയ്തത് വൻ വിജയമായിരുന്നു. പിന്നെ അതിനുശേഷം പല സ്ഥലത്തും ഞങ്ങൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ സഹായത്തോടുകൂടി തന്നെ പല ആളുകളും ഈ കൃഷി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും ഈ കൃഷി ചെയ്യുന്നതിന് ഞങ്ങളുടെ VK മോഹൻ കാർഷിക സംസ്കൃതിക്കാർ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നുള്ളത് ഞങ്ങളുടെ അനുഭവം വെച്ച് അവിടെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തതാണ്. മറ്റിപ്പോൾ കാർളം പഞ്ചായത്തിലും ആ പ്രദേശത്തും ഇതുപോലെ സമാനമായ രീതിയിൽ ചെയ്യാൻ തയ്യാറായി വന്നവർക്കും എല്ലാ സഹായങ്ങളും ചെയ്യും. അവരത് നന്നായി മുന്നോട്ട് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ 11 ഏക്കർ സ്ഥലത്ത് താന്യം പഞ്ചായത്തിൽ ഞങ്ങളുടെ ബ്രാൻഡ് ശ്രീരാമഞ്ചിറ തണ്ണിമത്തൻ എന്ന പേരിൽ അവിടെ 11 ഏക്കർ സ്ഥലത്ത് വിത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഈ കൃഷി നമ്മൾ വിജയകരമായി നടത്തി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയുള്ള കർഷകരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ ഈ നെൽകൃഷിയുടെ ടൈം നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ജനുവരി മാസത്തിൽ കൊയ്ത്ത് കഴിയുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഈ കൃഷി ചെയ്യാൻ തുടങ്ങി ഇത് നടത്തി കഴിഞ്ഞാൽ, ശാസ്ത്രീയമായ കൃഷിയാണെങ്കിൽ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലെ ഈ പ്രദേശത്തിന് തണ്ണിമത്തൻ കൃഷിയുടെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും. 90 ദിവസം കൊണ്ട് നമ്മുടെ എല്ലാ കൃഷിയുടെ പരിപാടികൾ അവസാനിപ്പിക്കും. 65 ദിവസം കഴിയുമ്പോൾ പൊട്ടിക്കാം. 70-75 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ നല്ല പീക്കിൽ ഹാർവെസ്റ്റ് നടത്താൻ പറ്റും. 90 ദിവസം ആകുമ്പോഴേക്കും ഏകദേശം പൂർത്തീകരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് 90 ദിവസം കൊണ്ട് അതിന്റെ റിസൾട്ട് കിട്ടും. ഒരിക്കൽ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നെൽകൃഷിയെ പോലെ തന്നെ റിസ്ക് ഉണ്ടെങ്കിലും അതിനേക്കാളും ലാഭകരമായി ചെയ്യാവുന്ന ഒരു കൃഷിയാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പല മഹാരാഷ്ട്രയിൽ നിന്നൊക്കെയാണ് തണ്ണിമത്തനോടേക്ക് വരുന്നത്. എത്ര നാളുകൾ കഴിഞ്ഞിട്ടാണ് തണ്ണിമത്തനോട് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ പിന്നെ ചുവന്ന പെയിന്റ് എന്താണ് മായം ചേർക്കുന്നത് അതൊന്നും. കാരണം ഈ തണ്ണിമത്തന് ഇവിടെ കൃഷി ചെയ്യുമ്പോൾ നമുക്കത് പൊട്ടിച്ച് തീർക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ഇഞ്ചക്ഷൻ ഓരോന്നും വെക്കാനൊന്നും പറ്റുന്നില്ല. ആൾക്കാർക്ക് വെറുതെ പറയുന്നതാണ്. പക്ഷെ അവിടത്തേക്കാളും നമുക്ക് ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പല വെറൈറ്റികൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. മഞ്ഞ, ഉള്ളിൽ മഞ്ഞയും പുറത്ത് പച്ചയായിട്ടുള്ളുണ്ട്. ഉള്ളിൽ ചുവപ്പും പുറത്ത് മഞ്ഞയായിട്ടുള്ളുണ്ട്. ഉള്ളിൽ ഓറഞ്ചും പുറത്ത് പച്ചയായിട്ടുള്ള വെറൈറ്റി. ഇപ്പൊ ഇത് മുക്കാസ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. പല വെറൈറ്റി ഇപ്പൊ നമ്മുടെ കാർഷിക സർവകലാശാലയുടെ പിന്നെ വെറൈറ്റികൾ ഇപ്പൊ പുറത്തിറക്കി, ഹൈബ്രിഡ് വെറൈറ്റികൾ പുറത്തിറക്കി. നമുക്കിവിടെ കേരളത്തിലെ ലഭ്യമായിട്ടുള്ള വിത്തുകളും പുറത്തുള്ള വിത്തുകളൊക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട്
വളരെ ലാഭകരമായി. ഇത് കൃത്യമായി ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്ത് നല്ല അടിവളം കൊടുത്തുകൊണ്ട് നമുക്ക് സാമാന്യേന അത് വലിയ രാസവളങ്ങള് അമിതമായ രാസവളമൊന്നും ഇല്ലാതെ രാസകീടനാശിനികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായി പരിപാലനം ചെയ്താൽ നമ്മുടെ ഈ മണ്ണിൽ തണ്ണിമത്തൻ വളരെ നന്നായിട്ട് കളയും. ഒരു തൈയില് ഒരു 3